ഹലോ, ഇന്ന് നമുക്ക് പൊൺ ഒன்று കണ്ടേൻ എന്ന തമിഴ് സിനിമയുടെ കഥ നോക്കിയാലോ. കുട്ടിക്കാലം മുതൽ ഒരു പെണ്ണിനു വേണ്ടി തല്ലുകൂടിയ കൂട്ടുകാർ വലുതായപ്പോൾ വീണ്ടും കണ്ടുമുട്ടുന്നു. അവർ വീണ്ടും ഫ്രണ്ട്സായി. അതിലൊരാൾക്ക് ഒരു പെണ്ണിനെ ഇഷ്ടമാണ്. അത് തൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ എക്സ് വൈഫ് ആണെന്നറിഞ്ഞാലോ. പിന്നീട് എന്താണ് സംഭവിക്കുന്നത് എന്നറിയാൻ എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ 3 കഥാപാത്രങ്ങളെ കാണിക്കുന്നു. ആദ്യത്തെ ആൾ സായി. സായി കുംഭകോണത്താണ് താമസിക്കുന്നതും. അമ്മയ്ക്ക് കാല് വയ്യാത്തതിനാൽ അമ്മയെ നോക്കി ജീവിക്കുകയാണ് സായി. മറ്റൊരാൾ ശിവ. അവനൊരു ഡോക്ടറാണ്, ഗൈനക്കോളജി വിഭാഗം. കൂടാതെ ഒരു പ്ലേ ബോയ് കൂടിയാണ്. ശിവയ്ക്ക് 3 ചേച്ചിമാരുണ്ട്. അവർക്ക് സഹോദരനെ എങ്ങനെയും വിവാഹം കഴിപ്പിക്കണമെന്നാണ് ആഗ്രഹം. അതേ ചൊല്ലി ശിവയും ചേച്ചിമാരും തമ്മിൽ എന്നും വഴക്കാണ്. അടുത്ത ആൾ സുന്ദരി. സാൻഡി എന്ന് വിളിച്ചാലേ അവൾ വിളി കേൾക്കൂ. അവൾക്ക് അതാണിഷ്ടം. സാൻഡി ഒരു ഷെഫാണ്. സുന്ദരി ജോലി ചെയ്യുന്ന ഹോട്ടലിന്റെ ഒരു ബ്രാഞ്ച് ചെന്നൈയിൽ തുടങ്ങുന്നതിനാൽ അവിടേക്ക് പോകണം ഒരു 6 മാസത്തേക്ക്. അവിടുത്തെ ഷെഫിനൊക്കെ ഹെഡ് ആകണമെന്നും അവിടുത്തെ മെയിൻ ഷെഫ് സുന്ദരിയോട് പറയും. അങ്ങനെ ഒരിക്കൽ ശിവയെ അവന്റെ ഫ്രണ്ട്സ് റീയൂണിയന് കുംഭകോണത്തേക്ക് വിളിക്കും. അവൾ വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ചെന്നൈയിൽ എവിടെയോ ആണ്, പേടിക്കേണ്ട, നീ വാ എന്ന് ഫ്രണ്ട്സ് പറയും. മറ്റൊരു വശത്ത് സായിയെയും ഫ്രണ്ട്സ് റീയൂണിയന് വിളിക്കുകയാണ്. അപ്പോഴും സായി അവൾ വരുമോ എന്ന് ചോദിക്കുകയാണ്. അമ്മയ്ക്ക് വയ്യാത്തതിനാൽ സായിക്ക് പോകാൻ താല്പര്യക്കുറവാണെങ്കിലും ഫ്രണ്ട്സിന്റെ നിർബന്ധപ്രകാരം അവൻ പോകുവാനായും തയ്യാറാകുന്നു. സായിയും ശിവയും ഒരേ സ്ഥലത്താണ് റീയൂണിയൻ എത്തിയത്. രണ്ടാളും ശത്രുക്കളെ പോലെ നോക്കി നിൽക്കുകയാണ്. ഇവർ രണ്ടുപേരും ഒരുമിച്ച് പഠിച്ചതാണെന്ന് മനസ്സിലാക്കാം. അവർ രണ്ടാളും തമ്മിൽ എന്തോ പ്രശ്നമുണ്ട്. അതെന്തെന്നാൽ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ശിവ കുറച്ച് തടിയുള്ള കുട്ടിയായിരുന്നു. സായി നല്ല സുന്ദരനും. ശിവയെ എല്ലാവരും കളിയാക്കുമായിരുന്നു. രണ്ടാൾക്കും ആ സ്കൂളിലെ സുന്ദരി എന്ന പെൺകുട്ടിയെ ഒരുപാട് ഇഷ്ടമായിരുന്നു. സുന്ദരിയെ ഇംപ്രസ് ചെയ്യുവാനായി രണ്ടാളും നോക്കി. ശിവ സുന്ദരിയെ പ്രണയിക്കുന്നതും സായി സുന്ദരിയെ പ്രണയിക്കുന്നതും രണ്ടുപേരും പരസ്പരം അറിഞ്ഞു. അവർ രണ്ടുപേരും അടിയായി. സുന്ദരി എനിക്ക് എന്ന് പറഞ്ഞ് അടി കൂടുകയാണ്. അതെല്ലാവരും കേട്ടു. സ്കൂൾ ആകെ അറിഞ്ഞു. നാണക്കേടായി. സായിക്കും ശിവയ്ക്കും വാണിംഗ് കിട്ടിയെങ്കിലും സുന്ദരി ടി സി വാങ്ങി പോവുകയാണ്. പക്ഷേ അവിടെ തുടർന്ന് പഠിച്ച ശിവയും സായും +2 ആയി. അവർ അപ്പോഴും സുന്ദരിയുടെ പേരും പറഞ്ഞ് തന്നെയാണ് അടി കൂടുന്നതും. അന്ന് കഴിഞ്ഞ് പിന്നീട് അവർ കാണുന്നത് ഈ റീയൂണിയനാണ്. അപ്പോഴും അവർ അടിയാണ്. രണ്ടാളുടെയും ഫ്രണ്ട്സ് അവരെ സമാധാനിപ്പിച്ച് ഫുഡ് കഴിക്കാനായി കൂട്ടിക്കൊണ്ടു പോകുന്നു. അപ്പോൾ ഒരു കൂട്ടുകാരൻ പറയും, ശിവ ഇപ്പോൾ ഒരു ഡോക്ടറാ, അന്നത്തെ പോലെ ആ ഒരു ഗുണ്ടു രൂപമൊക്കെ മാറിയില്ലേ, അവൻ ജിമ്മിലൊക്കെ പോയി നല്ല ഫിറ്റാണ് എന്നൊക്കെ പറയും. സായിക്ക് ശിവയോടൊരു മതിപ്പൊക്കെ തോന്നുന്നു. മറ്റൊരു വശത്ത് സായി തന്റെ സുഖമില്ലാത്ത അമ്മയെ നോക്കി ജീവിക്കുകയാണ്. ആയതിനാൽ അവൻ ഇതുവരെ വിവാഹം പോലും കഴിച്ചിട്ടില്ലെന്ന് ശിവ അറിയുന്നു. അതോടെ ശിവയ്ക്ക് അവനോടൊരു സഹതാപം തോന്നുകയാണ്. രണ്ടാളും പിണക്കമൊക്കെ മറന്ന് വീണ്ടും ഒന്നിക്കും. അവർ രണ്ടുപേരും നല്ല ഫ്രണ്ട്സ് ആവുകയാണ്. അപ്പോൾ സായിക്കൊരു കോൾ വരും. അമ്മയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞ് അമ്മയെ നോക്കാൻ നിന്നവർ വിളിച്ചതായിരുന്നു. സായി പോകാനായി ഇറങ്ങുമ്പോൾ കാര്യം തിരക്കിയ ശിവ, ഞാനൊരു ഡോക്ടറാണ്, ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞു പോകും. ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് ശ്വാസമില്ലാതെ കിടക്കുന്ന അമ്മയെയാണ്. അങ്ങനെ ശിവ കൃത്രിമ ശ്വാസം ഒക്കെ കൊടുത്ത് അമ്മയെ രക്ഷിക്കുന്നു. അതോടെ സായിക്ക് സന്തോഷവും സമാധാനവും ഒക്കെയാവും. ഇനി മുതൽ നീയാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് സായി ശിവയോട് പറയും. അങ്ങനെ ശിവ കുംഭകോണത്തിൽ നല്ല ഹോസ്പിറ്റൽ ഫെസിലിറ്റി ഒന്നുമില്ലല്ലോ, ചെന്നൈയിലേക്ക് വാ, അവിടുത്തെ നല്ല ഹോസ്പിറ്റലിൽ അമ്മയെ നമുക്ക് അഡ്മിറ്റ് ചെയ്യാം, അവിടെ താമസിക്കുവാനായും പറയും. അവിടെ ഒരു ഫ്ലാറ്റ് വാങ്ങാമെന്ന് പറയും. അങ്ങനെ ശിവ പറഞ്ഞത് കേട്ട് സായി വീടൊക്കെ വിറ്റ് ആ കാശ് കൊണ്ട് ശിവയുടെ ഒരു ബന്ധുവിന്റെ ഫ്ലാറ്റ് വാങ്ങുന്നു. അവിടേക്ക് സായിയും അമ്മയും വേലക്കാരിയും ഒക്കെ താമസത്തിനായി എത്തും. കൂടെ ശിവയുമുണ്ട് എല്ലാ സഹായത്തിനായും. സായി താമസിക്കുന്ന ഫ്ലാറ്റിന് അടുത്ത ഫ്ലാറ്റിലാണ് നമ്മുടെ ചെന്നൈയിലെത്തിയ സുന്ദരിയും താമസിക്കുന്നതും. സായി വലുതായി ആരോടും മിണ്ടുന്ന ഒരു ക്യാരക്ടർ അല്ലാത്തതിനാൽ ശിവ അവനെ പബ്ബിലും പാർട്ടിയിലും ഒക്കെ കൂട്ടിക്കൊണ്ടുപോകും. അവിടെ വെച്ച് 2 പെൺകുട്ടികളെ പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും. പക്ഷേ അവൻ അവരോട് മിണ്ടാനൊക്കെ വല്ലാത്ത ചമ്മലാണ്. മാത്രമല്ല ശിവയാണെങ്കിലോ സായിയെ കൊണ്ടുപോയി അവന്റെ രൂപമൊക്കെ മാറ്റി ഒന്ന് സുന്ദരനാക്കിയെടുക്കും. അടുത്ത ദിവസം സായി അമ്മയും കൂട്ടി ഒരു ഫംഗ്ഷന് പോകും. അവിടെ വെച്ച് സായി സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കാണുന്നു. അത് മറ്റാരുമല്ല, നമ്മുടെ നായികയായ സുന്ദരി തന്നെയാണ്. ആദ്യ കാഴ്ചയിൽ തന്നെ അവൻ അവളെ ഒരുപാട് ഇഷ്ടമാകും. ശിവയെ വിളിച്ചിട്ട് തനിക്കൊരു പെണ്ണിനെ ഇഷ്ടമായി, അവളോട് മിണ്ടാൻ ഒരു ഐഡിയ പറഞ്ഞു തരാനായി പറയും. അങ്ങനെ അവൻ പറഞ്ഞതുപോലെ അവനെ കോളിലിട്ടും കൊണ്ട് ഹെഡ്സെറ്റ് വെച്ച് സുന്ദരിയോട് മിണ്ടാനായി പോകുമ്പോൾ പെട്ടെന്ന് അവിടെ കറണ്ട് പോകുന്നു. അങ്ങനെ പ്ലാനും ചീറ്റിപ്പോയി. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ബാത്റൂമിൽ നിന്ന് സിഗരറ്റ് ഒക്കെ വലിച്ച് ശിവയോട് സംസാരിക്കുകയാണ് സായി. അപ്പോൾ ആ ബാത്റൂമിലെ സിഗരറ്റിന്റെ പുക അടുത്ത ബാത്റൂമിലേക്ക് പോയി. അവിടെയാണല്ലോ സുന്ദരി താമസിക്കുന്നതും. അവൾ നേരെ ആ ഒരു സിഗരറ്റിന്റെ സ്മെല്ല് സഹിക്കാനാകാതെ പരാതി പറയുവാനായി സായിയുടെ ഫ്ലാറ്റിലെത്തി. കതകിൽ തട്ടുകയാണ്. സായി സുന്ദരിയെ കണ്ട് ഞെട്ടിപ്പോകും.
സായിയുടെ അമ്മയ്ക്ക് അവളെ ഒരുപാട് ഇഷ്ടമാകും. സുന്ദരി സുന്ദരി എന്ന് പറയും. അത് കേൾക്കുന്ന സുന്ദരിക്കാണെങ്കിൽ എൻ്റെ പേര് എങ്ങനെ അറിയാം എന്ന മട്ടിൽ നിൽക്കുകയാണ്. പക്ഷേ അമ്മ കന്നഡക്കാരിയായതിനാൽ അത് കേൾക്കുന്ന സായി പറയും, അമ്മ കന്നഡയാണ്, അതുകൊണ്ട് അമ്മ ഉദ്ദേശിച്ചത് വളരെ സുന്ദരിയായിട്ടുണ്ട് കാണാൻ എന്നാണ്. അത് കേൾക്കുന്ന സുന്ദരി പറയും, അല്ല, എൻ്റെ പേര് സുന്ദരി എന്നാ. സ്കൂളിൽ അവനോടൊപ്പം പഠിച്ച സുന്ദരിയാകുമെന്ന് അവൻ കരുതി. കുംഭകോണത്ത് സ്കൂളിൽ പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല, ഞാൻ അവിടെ വന്നിട്ടില്ല, ഞാൻ പഠിച്ചതൊക്കെ പുറത്താണ്. പിന്നെ അവിടുത്തെ കുട്ടികൾക്ക് വിളിക്കാനുള്ള എളുപ്പത്തിൽ സാൻഡി എന്നാണ് അവർ വിളിക്കുന്നതെന്നും സുന്ദരി പറയും. ഇതാ പെൺകുട്ടിയല്ലെന്ന് സായിക്ക് മനസ്സിലായി. സിഗരറ്റിന്റെ പുക വല്ലാത്ത ബുദ്ധിമുട്ടാണ്, എനിക്ക് മനസ്സിലാകും, പുറത്തൊന്നും പോയി വലിക്കാൻ പറ്റില്ലെന്ന്. അതുകൊണ്ട് പുക വലിക്കാൻ തോന്നുമ്പോൾ എനിക്കൊരു മിസ്ഡ് കോൾ തന്നാൽ മതി, ഞാൻ ആ സമയം ബാത്റൂമിൽ വരില്ലെന്ന് സുന്ദരി പറഞ്ഞ് നമ്പരും കൊടുത്തിട്ട് പോകുന്നു. സായിക്കാണെങ്കിലോ ലോട്ടറി അടിച്ച പോലെയാണ് ഫീൽ ചെയ്യുന്നത്. സുന്ദരിക്ക് നമ്പർ കൊടുത്തത് കൂടിപ്പോയോ എന്നൊക്കെ ഒരു തോന്നലുമുണ്ട്. അടുത്ത ദിവസം സായി ശിവയോട് എല്ലാ കാര്യവും പറഞ്ഞുകൊണ്ടിരിക്കവേ സുന്ദരി അവനെ ഫോൺ വിളിച്ചിട്ട് ഉടനെ തന്നെ കാണണമെന്ന് പറയും. അവൾ പറഞ്ഞ സ്ഥലത്തേക്ക് അവൻ പോവുകയാണ്. ഫ്ളാറ്റിനടുത്തുള്ള പാർക്കിൽ സായിയുടെ അമ്മ സുന്ദരിയെ കൈ പിടിച്ച് കരയുകയാണ്. സായി വന്നപ്പോൾ അമ്മയുടെ കയ്യിൽ അവൻ പിടിച്ചിട്ട് സുന്ദരിയെ പറഞ്ഞുവിടും. അങ്ങനെ സുന്ദരിയുമായി സായി ഒരുപാട് അടുക്കുവാനായും തുടങ്ങി. ഇതുപോലൊരു പെണ്ണിനെ കെട്ടിയാൽ ഭാഗ്യമാണ് എന്നവൻ ചിന്തിച്ചും തുടങ്ങി. അങ്ങനെ സായി സുന്ദരിയെ ശിവയ്ക്ക് പരിചയപ്പെടുത്തുവാനായി തീരുമാനിക്കും. അടുത്ത ദിവസം ശിവ തന്റെ 3 സഹോദരിമാരോടൊപ്പം ഒരു മാളിൽ പോവുകയാണ്. ശിവയ്ക്ക് പെണ്ണ് കാണാനാണ്. ആ മാളിൽ തന്നെയായിരുന്നു സായിയും ഉണ്ടായിരുന്നത്. സായി ശിവയെ ഫോൺ വിളിക്കുമ്പോൾ അതേ മാളിൽ തന്നെ ശിവയും ഉണ്ടെന്ന് സായിക്ക് മനസ്സിലായി. അങ്ങനെ സായി ശിവയെ സുന്ദരിയെ കാണാനായി വിളിച്ചുകൊണ്ട് പോകുന്നു. സുന്ദരി ഡ്രസ്സ് എടുക്കുകയായിരുന്നു. സുന്ദരിയോട് ഇതെന്റെ ഫ്രണ്ടാണ് എന്ന് പറഞ്ഞ് ശിവയെ കാണിക്കുമ്പോൾ ശിവ അവിടെയില്ല. ശിവ അപ്പോൾ വായും പൊത്തി ഞെട്ടി നിൽക്കുകയാണ്. അവന്റെ സഹോദരിമാരും സുന്ദരിയെ കണ്ട് ഞെട്ടുകയാണ്. അവിടെയാണ് കഥയിലൊരു ട്വിസ്റ്റ്. ഈ സുന്ദരിയെ വിവാഹം കഴിച്ചത് ശിവയായിരുന്നു. അവർ കുറച്ചുനാൾ ഒരുമിച്ച് ജീവിച്ചിട്ട് പിരിഞ്ഞു. പക്ഷേ സുന്ദരി വിവാഹം കഴിച്ചതാണെന്നും ശിവ വിവാഹം കഴിച്ചതാണെന്നും സായിക്കറിയില്ല. അടുത്ത ദിവസം ശിവ സുന്ദരി തന്റെ എക്സ് വൈഫ് ആണെന്ന് പറയാനായിട്ട് വരവെ സായി സുന്ദരിയെ പ്രപ്പോസ് ചെയ്യുവാനുള്ള ടിപ്സ് ഒക്കെ അവനോട് ചോദിക്കുന്നു. അത് കേൾക്കുന്ന ശിവയ്ക്ക് ഒന്നും പറയാൻ തോന്നിയില്ല. അന്ന് തന്നെ മറ്റൊരു പെണ്ണിനെയും കൊണ്ട് ശിവ ഡേറ്റിന് പോകുന്നു. ആ ഹോട്ടലിൽ സുന്ദരി ഉണ്ടായിരുന്നു. സുന്ദരി ശിവയെ കണ്ടതും അവനോട് വന്ന് മിണ്ടുകയാണ്. എത്രയൊക്കെ പ്രശ്നമുണ്ടായി പിരിഞ്ഞാലും അവർക്കിടയിൽ നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. സുന്ദരി പോകുവാൻ നേരം ശിവയുടെ ഫോൺ നമ്പർ വാങ്ങിക്കൊണ്ടു പോകുന്നു. ശിവയ്ക്ക് വീണ്ടും അവളോട് പ്രണയം തോന്നുന്നു. പിന്നീട് സായി സുന്ദരിയെ വളയ്ക്കുവാനുള്ള ടിപ്സ് ഒക്കെ ചോദിക്കുന്നതൊന്നും ശിവയ്ക്ക് ഇഷ്ടമാകുന്നതേയില്ല. അങ്ങനെ ഒരിക്കൽ സുന്ദരി ശിവയെ ഒരു ഹെൽപ്പിനായി വിളിക്കും. അവളുടെ ഒപ്പം ഹോട്ടലിൽ ജോലി ചെയ്യുന്ന ആളിന് സുഖമില്ലാതെയായി. ശിവ ഡോക്ടർ ആയതിനാലാണ് അവനെ വിളിച്ചത്. അങ്ങനെ ശിവ സുന്ദരിയെ സഹായിക്കും. ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് പിരിയാമെന്നവർ കരുതും. അപ്പോൾ അവിടേക്ക് സായി തന്റെ അമ്മയെയും കൊണ്ടുവരും. സുന്ദരിയെയും ശിവയെയും കാണുന്ന സായി അവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ സുന്ദരി ഇതെന്റെ ചെന്നൈയിലെ ഒരേ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് സായി എന്ന് പറഞ്ഞ് ശിവയ്ക്ക് പരിചയപ്പെടുത്തും. എന്നാൽ അവർ രണ്ടാളും അറിയാവുന്ന കാര്യം പുറത്ത് കാണിച്ചതേയില്ല. ഉടനെ തന്നെ സുന്ദരി ഇതെന്റെ എക്സ് ഹസ്ബൻഡ് എന്ന് പറഞ്ഞ് ശിവയെ പരിചയപ്പെടുത്തുന്നു. സായിക്ക് അത് കേട്ടതും നെഞ്ചിൽ കല്ല് വീണൊരവസ്ഥയായി. അടുത്ത ദിവസം രണ്ടാളെയും മാറ്റി നിർത്തി പിരിയുവാനുള്ള കാരണം സായി തിരക്കും. 5 വർഷം മുമ്പ് MBBS പഠിക്കുന്ന സമയമായിരുന്നു ശിവ. അവനൊരു ക്യാമ്പിന് വന്നപ്പോൾ അവിടെ NGO ഹെൽപ്പറായി സുന്ദരി എത്തി. ഗൈനക്കോളജി വിഭാഗം ഡോക്ടറായ ശിവ സ്ത്രീകളെയൊക്കെ നന്നായി പരിചരിക്കുന്നത് സുന്ദരിക്ക് ഒരുപാട് ഇഷ്ടമായി. രണ്ടാളും നല്ല സൗഹൃദത്തിലുമായി. ആ സൗഹൃദം ശിവയുടെ മനസ്സിൽ പ്രണയമായി. അവൻ അവളെ പ്രപ്പോസ് ചെയ്തു. അധികം താമസിക്കാതെ വീട്ടുകാർ പരസ്പരം സംസാരിച്ച് കല്യാണവും ഉറപ്പിച്ചു. കല്യാണം കഴിഞ്ഞതോടെ അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങി. ആദ്യത്തെ 1 മാസം മാത്രമാണ് അവർ സന്തോഷത്തോടെ ജീവിച്ചത്. പിന്നീട് അങ്ങോട്ട് അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടായി. അവന്റെ 3 ചേച്ചിമാരെയും സുന്ദരിക്ക് സഹിക്കാൻ പറ്റാതായി. ഇവയുടെ 3 ചേച്ചിമാരും അവന്റെ ജീവിതത്തിൽ അമിതമായി ഇടപെടാറുണ്ടായിരുന്നു. ഒടുവിൽ സഹിക്കാനാകാതെ അവർ രണ്ടാളും ഡിവോഴ്സ് ആയെന്നും പറയും. 3 മാസം മാത്രമേ ഒരുമിച്ച് ജീവിച്ചുള്ളൂ. പെട്ടെന്ന് തീരുമാനമെടുത്തോ അറിയില്ല. ആ പ്രായത്തിന്റെ പ്രശ്നമാണെന്നും സുന്ദരി പറയും. ശിവയും അത് തന്നെയാണ് പറയുന്നത്. എന്നാൽ സുന്ദരിയോടുള്ള പ്രണയം സായിയുടെ മനസ്സിൽ കുറഞ്ഞില്ല. പക്ഷേ സായിയുടെ മനസ്സിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. അവർ രണ്ടാളും ഒരുമിച്ചായിരുന്നപ്പോൾ ഒരുപാട് റൊമാൻസ് ചെയ്ത് കാണുമോ എന്നൊക്കെയുള്ള ടെൻഷനാണ്. അങ്ങനെയിരിക്കെ ഒരിക്കൽ സുന്ദരിയുടെ വീട്ടുകാർ ചെന്നൈയിലേക്ക് വരും. അവൾ ശിവയുമായി ഇപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെന്നറിയുന്ന അമ്മ ഞെട്ടുകയാണ്. മാത്രവുമല്ല അവൾക്ക് സായി എന്നൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് എന്ന കാര്യവും അമ്മയോട് പറയുന്നു. അന്ന് തന്നെ അവർ സിനിമയ്ക്ക് പോകുവാനായി സായിയെയും ശിവയും വിളിക്കും. പക്ഷെ രണ്ടാളും അത് പരസ്പരം പറഞ്ഞിട്ടില്ല. തിയേറ്ററിൽ വെച്ച് രണ്ടാളും കാണുകയും ഞെട്ടിപ്പോവുകയും ചെയ്യുന്നു. അവിടേക്ക് സുന്ദരിയും വീട്ടുകാരും എത്തുകയാണ്. സിനിമ കാണാനായും കയറും. അവിടെ നിന്നും രണ്ടാൾക്കും പൊസസീവ്നെസ് ഉണ്ടാകുവാനായും തുടങ്ങി. രണ്ടാളും വീണ്ടും പരസ്പരം തർക്കിക്കുകയാണ്.
ശിവ സായിയോട് പറയും, അന്ന് മെച്യൂരിറ്റി ഇല്ലാത്തപ്പോൾ അവളെ എനിക്ക് വേണ്ട എന്ന് തോന്നി, ഇപ്പോൾ എനിക്ക് സുന്ദരിയെ ഇഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമാണ് എന്നൊക്കെ പറയുമ്പോൾ അത് കേൾക്കുന്ന സായി, എന്നെ ഇതുവരെ ആരും പ്രണയിച്ചിട്ടില്ല, സുന്ദരി എൻ്റെ ആകെയുള്ള ബെസ്റ്റ് ഫ്രണ്ടാണ്, അവളെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, അവളെ എനിക്ക് വേണമെന്ന് പറയുമ്പോൾ പണ്ടത്തെ പോലെ തന്നെ സുന്ദരി എനിക്ക് എന്ന് പറഞ്ഞ് അടി കൂടുവാനായും തുടങ്ങി രണ്ടാളും. മറ്റൊരു വശത്ത് സുന്ദരിക്ക് മനസ്സിലൊരു മാറ്റം. സായിയെയും ശിവയെയും അവൾക്ക് ഇഷ്ടമാണ്, ആരെ ചൂസ് ചെയ്യണമെന്നറിയില്ല. അപ്പോൾ അവളുടെ അനിയൻ ഒരു ഐഡിയ പറയും, രണ്ടു പേരോടൊപ്പം സെപ്പറേറ്റ് ആയി ടൈം സ്പെൻഡ് ചെയ്ത് അതിൽ നിന്നും ഒരാളെ ഓക്കെ ആക്കുവാനായും പറയും. അങ്ങനെ അവൾ സായിയോടൊപ്പം ശിവയോടൊപ്പം പ്രത്യേകം കറങ്ങുവാനായി പോകും. എന്നാൽ അവന്മാർക്ക് രണ്ടിനും സുന്ദരി എന്നോടൊപ്പം വന്നല്ലോ എന്ന സന്തോഷമാണ്. ഒരിക്കൽ സുന്ദരിയുടെ ഹോട്ടലിൽ ഒരു ഫംഗ്ഷൻ നടക്കുകയായിരുന്നു. അവൾ ക്ഷണിച്ചിട്ട് സായിയും ശിവയും എത്തും. സുന്ദരിയെ കാണാൻ അച്ഛനും വരികയാണ്. അച്ഛൻ നീ ആരെ ചൂസ് ചെയ്തു എന്ന് ചോദിക്കും. അതിനുശേഷം സായിക്കും ശിവയ്ക്കും അടുത്തെത്തുന്ന സുന്ദരിയുടെ അച്ഛൻ അവൾ ഉടനെ യൂറോപ്പിലേക്ക് പോകും. അത് കേട്ട സായിക്കും ശിവയ്ക്കും ഇനി സുന്ദരിയെ കിട്ടില്ലെന്ന് മനസ്സിലായി. രണ്ടുപേരും ഒന്ന് രണ്ടും പറഞ്ഞ് വീണ്ടും തമ്മിത്തല്ലും. അതെല്ലാം എല്ലാവരും കാണുന്നുണ്ടായിരുന്നു. സുന്ദരിയുടെ അടുത്ത് ചെന്ന് രണ്ടുപേരും പ്രപ്പോസ് ചെയ്യുകയാണ്. പക്ഷെ രണ്ടാളും തമ്മിൽ വഴക്കുമാണ്. സ്കൂളിൽ വെച്ച് ഒരു സുന്ദരിയെ നീ തട്ടിയെടുത്തു, ഇതും നീ തട്ടിയെടുക്കുന്നോ എന്ന് പറഞ്ഞ് രണ്ടുപേരും തമ്മിൽ തെല്ലുമ്പോൾ ഇവർ പണ്ട് മുതലേ ഫ്രണ്ട്സ് ആയിരുന്നു അല്ലേ എന്ന കാര്യം സുന്ദരിക്ക് മനസ്സിലാകും. അവളോടതവന്മാർ പറഞ്ഞിട്ടില്ലല്ലോ. സുന്ദരിക്ക് അവരത് മറച്ചു വെച്ചത് സഹിക്കാനായില്ല. ഇവരെ രണ്ടാളെയും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് അവൾ നടന്നു പോവുകയായിരുന്നു. അതേസമയം ആ വഴക്കിനിടയിൽ സായിയുടെ അമ്മയെ കാണാനില്ല. അവിടെ എല്ലാം അന്വേഷിക്കും. ശിവയും സായിയും ഒരുമിച്ച് ചേർന്നാണ് അന്വേഷിക്കുന്നതും. ഒരു ഘട്ടത്തിൽ അമ്മയെ കണ്ടെത്തും. സായി തന്റെ തെറ്റ് മനസ്സിലാക്കി, നീയാണ് വീണ്ടും എൻ്റെ അമ്മയെ രക്ഷിക്കാൻ കൂടെ നിന്നത്, സുന്ദരി നിനക്കുള്ളതാ, നീ അവളെ സ്നേഹിച്ചോ, നിങ്ങൾ ഒന്നിച്ചോ എന്നൊക്കെ പറയുമ്പോൾ വേണ്ട, ഞാൻ അവളെ ഒരിക്കൽ ഡിവോഴ്സ് ചെയ്തതാ, നീ അവളെ വിവാഹം കഴിക്കുവാനായും പറയും. അതേസമയം സുന്ദരിയും അവിടെ എത്തും. അപ്പോൾ അവിടേക്ക് ഒരു പെൺകുട്ടി നടന്നു വരികയാണ്. അവൾ ആരാണെന്ന് സുന്ദരി പരിചയപ്പെടുത്തും. അത് മറ്റാരുമല്ല, പണ്ട് സായിയും ശിവയും പ്രണയിച്ചിരുന്ന സുന്ദരി എന്ന ആ ഒരു കൊച്ചു പെൺകുട്ടി വലുതായിരിക്കുന്നു. സുന്ദരിയായ സുന്ദരിയെ കണ്ട സായിയുടെയും ശിവയുടെയും മനസ്സിൽ ലെഡ് പൊട്ടുന്നു. അവളോട് പോയി രണ്ടാളും സംസാരിക്കും. ഫോൺ നമ്പറൊക്കെ രണ്ടാളും വാങ്ങുന്നത് കണ്ട് നായികയായ സുന്ദരിക്ക് സഹിക്കാനായില്ല. നമ്മുടെ നായിക സുന്ദരി അത് കണ്ട് കരഞ്ഞുകൊണ്ട് നടന്നു പോകുമ്പോൾ മറ്റേ സുന്ദരി രണ്ടുപേരെയും കൂട്ടിക്കൊണ്ട് അവളുടെ അടുത്തേക്ക് വരുന്നു. ആണുങ്ങളുടെ സ്വഭാവം എപ്പോഴും ഇത് തന്നെയായിരിക്കും എന്ന് കാണിച്ചുകൊണ്ട് സിനിമ അവസാനിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയുമായി കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.